2024 ജനുവരി ന്യൂയോർക്ക് ഫെഡറൽ കോടതി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് രേഖകൾ ഒഫീഷ്യലായിട്ട് അൺസീൽ ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഈ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട വീഡിയോസും കൊണ്ട് നിറഞ്ഞു. ഇതിനോടകം തന്നെ യൂട്യൂബിലും ട്വിറ്ററിലും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് വിചിത്രമായൊരു വാദം ഉയർന്നു വരാൻ തുടങ്ങി. എപ്സ്റ്റീൻ ഫയലിൽ ഇന്ത്യക്കാരും. പ്രമുഖരായ പല ഇന്ത്യക്കാരുടെയും പേരുകൾ ഈ ലിസ്റ്റിലുണ്ടെന്ന രീതിയിലുള്ള പ്രചരണം കാട്ടുതീ പോലെ പടർന്നു. സത്യമാണോ നുണയാണോ എന്നൊന്നും നോക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുന്നതിനിടയിൽ ആളുകൾ നോക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. കോടതികൾ പുറത്തുവിട്ട ഈ ഡോക്യുമെന്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന രാജ്യം ഈ കഥയിൽ എവിടെയാണ് നിൽക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോകൾക്കും അപ്പുറം എപ്സ്റ്റീൻ ഫയലുകളിൽ അല്ലെങ്കിൽ എപ്സ്റ്റീൻ്റെ ഫ്ലൈറ്റ് ലോഗുകളിൽ ശരിക്കും ഇന്ത്യൻ പേരുകളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ലോകത്തെ പ്രശസ്തരായ സയൻറ്റിസ്റ്റുകൾ, രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ എന്നിവരൊക്കെ എപ്സ്റ്റീൻ്റെ ബിസിനസ് സർക്കിളിനുള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പലരുടെയും പേരുകൾ ഈ ഫയലിൽ ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. എന്നാൽ അങ്ങനെ വരുന്ന പേരുകൾ ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണോ വരുന്നത്, അതല്ല ഔദ്യോഗികമായ ബിസിനസ് കണക്ഷൻസ് മാത്രമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും ഇൻകംപ്ലീറ്റ് ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് പല ടോപ്പിക്കുകളിലും സോഷ്യൽ മീഡിയകളിൽ വീഡിയോസ് വൈറലാകുന്നത്. കാരണം എപ്സ്റ്റീൻ ഫയൽ എന്ന രീതിയിൽ പ്രചരിച്ചിരുന്ന പല രേഖകളും വ്യാജമായിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള കോടതി രേഖകളിൽ ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരായ പ്രമുഖ വ്യക്തികളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 2015 ഗിസ്ലൈൻ മാക്സ്വെൽ കേസ് ഫയലുകളിൽ നിന്നുള്ള ഡോക്യുമെന്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. വർഷങ്ങളോളം സീൽ ചെയ്യപ്പെട്ട് കിടന്നിരുന്ന ഈ ഫയലുകൾ ലൊറേറ്റ പ്രസ്ക എന്ന ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരം 2023 2024 പബ്ലിക്കായിട്ട് റിലീസാവുന്നത്. പല വീഡിയോകളിലും പറയുന്നത് പോലെ ഇത് എപ്സ്റ്റീൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു സീക്രട്ട് മാസ്റ്റർ ലിസ്റ്റോ ഡോക്യുമെന്റോ ഒന്നുമല്ല. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിവിൽ കേസിന്റെ ലീഗൽ ആർക്കൈവാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ എപ്സ്റ്റീന് അനുകൂലമായിട്ടും എതിരായിട്ടും ഒരുപാട് മൊഴികൾ നമുക്ക് കാണാൻ പറ്റും. സാക്ഷികൾ കോടതിയിൽ കൊടുത്ത മൊഴികൾ, എപ്സ്റ്റീനും മറ്റു പലരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകൾ, ഇമെയിലുകളിൽ പറയപ്പെട്ടുള്ള പേരുകൾ, എപ്സ്റ്റീന്റെ പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരുടെ വിവരങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായും ഈ രേഖകളിലുള്ളത്. ഈ ഡോക്യുമെന്റുകളിൽ ഇന്ത്യയുമായോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖരായ വ്യക്തികളുമായോ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊരു കോണ്ടാക്ട് റെഫറൻസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ട്രാവൽ റെഫറൻസിന്റെ ഭാഗമായിട്ടോ ആവാനാണ് സാധ്യത. എപ്സ്റ്റീൻ കേസിലെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നായ അയാളുടെ പൈലറ്റ് ഡേവിഡ് റോജേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് ലോഗുകൾ 2000 തുടക്കത്തിൽ മുതൽ തന്നെ പബ്ലിക് ആയിരുന്നു. ഈ ലോഗ് ബുക്കുകളിൽ ലോകത്തിലെ പ്രമുഖരായ പല വ്യക്തികളുടെയും പേരുകളുണ്ട്. ഇവിടെയാണ് ഇന്ത്യയെക്കുറിച്ചുള്ള വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പബ്ലിക്കലി വെരിഫൈഡ് ചെയ്തിട്ടുള്ള ഈ ലോഗ് ബുക്കിലെ വിവരങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പ്രമുഖരായ ഒരു വ്യക്തികളുടെയും പേരുകൾ കാണില്ല എന്നതാണ് സത്യം. അതായത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന പേരുകളൊന്നും നമുക്ക് ഈ കോടതി രേഖകളിൽ കാണാൻ കഴിയില്ല എന്നതാണ് സത്യം. ഒരു ട്രാവൽ ലോഗ് എന്ന് പറയുന്നത് വെറും ഒരു ബോർഡിംഗ് റെക്കോർഡ് മാത്രമാണ്. ഒരാളൊരു വിമാനത്തിൽ യാത്ര ചെയ്തു എന്നതുകൊണ്ട് മാത്രം അയാളൊരു ക്രിമിനൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ കേസന്വേഷണത്തിനിടയിൽ FBI അയാളുടെ കയ്യിലുള്ള അഡ്രസ് ബുക്ക് പിടിച്ചെടുത്തിരുന്നു. എപ്സ്റ്റീൻ എന്ന വ്യക്തിയുടെ സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ബുക്കായിരുന്നു അത്. കാരണം അതിൽ ലോകപ്രശസ്തരായ ബാങ്കർമാരും അക്കാദമിക് വിദഗ്ധരും ജീവകാരുണ്യ പ്രവർത്തകർ വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആഗോള സാമ്പത്തിക മേഖലയിൽ എപ്സ്റ്റീന് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഒരു നിർണായക ശക്തി ആയതുകൊണ്ട് തന്നെ ആഗോള ബിസിനസ് നെറ്റ്വർക്കിന്റെ ഭാഗമായ ഇത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധമുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യമാണ്. പക്ഷെ കോടതി പുറത്തുവിട്ട രേഖകളിലൊന്നും മോദിക്കോ അല്ലെങ്കിൽ അംബാനിയെ പോലുള്ള ഇൻഡസ്ട്രിയൽ ഹെഡുകൾക്കോ ഈ ഒരു കേസുമായി യാതൊരു വിധത്തിലുള്ള ബന്ധമുള്ളതായി നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇന്ത്യൻ എലൈറ്റ് ലിസ്റ്റ് എന്ന പേരിൽ പല PDF-കളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഈ ഫയലുകളൊന്നും ഒഫീഷ്യൽ കോടതി രേഖകളല്ല എന്നതാണ് സത്യം. അമേരിക്കയിലെ ഒരുപാട് ബില്യനേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സാധാരണക്കാരുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായി. മറ്റ് രാജ്യങ്ങളിലെ ബില്യനേഴ്സും എന്തുകൊണ്ട് ഈ കേസിൽ ഇൻവോൾവ്ഡ് ആയിക്കൂടാ? ഇവിടെയാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രസക്തി. കാരണം കഴിഞ്ഞ 15 വർഷത്തിനുള്ളിലായിട്ട് ഇന്ത്യയിലെ ബില്യണേഴ്സിന്റെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു സിമ്പിൾ ഫോർമുലയിലാണ്.
ഒരു ഇന്റർനാഷണൽ വിവാദത്തിലേക്ക് വെൽ നോൺ ആയിട്ടുള്ള ആളുകളുടെ പേര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ എൻഗേജ്മെന്റ് 10 ഇരട്ടിയായി കൂടും. ഈ ഒരു ചാൻസ് പലരും യൂസ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എപ്സ്റ്റീന്റെ പ്രധാന സഹായിയായിരുന്ന ഗിസ്ലൈൻ മാക്സ്വെല്ലിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും പെൺകുട്ടികളെ ആ ഒരു ഐലാൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ അവർക്കുണ്ടായിരുന്ന പങ്കിനെ കുറിച്ചെല്ലാമാണ് ഇപ്പോൾ കൂടുതൽ പ്രചരിക്കുന്ന ഡോക്യുമെന്റ്സിലും ഉള്ളത്. സോ എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട ഏത് രേഖകൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കോടതി സൈറ്റുകളിൽ നിന്ന് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയകളിൽ വൈറലാവുന്നത് ചിലപ്പോൾ സത്യമാവാനും ചിലപ്പോൾ നുണയാവാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഡോക്യുമെന്റ്സ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നോക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റിയൽ ആണെങ്കിൽ ആ ഡോക്യുമെന്റ്സിൽ ഒരു കേസ് നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ കോടതി റെക്കോർഡുകൾ ഉണ്ടാവും, ജഡ്ജിയുടെ സൈനും ഫെഡറൽ സീലും ഉണ്ടായിരിക്കും. സോ ഒരു ഡാറ്റ നിങ്ങൾ കാണുന്ന സമയത്ത് അതിൽ ഇതൊന്നുമില്ലെങ്കിൽ അത് ഫേക്ക് ആണെന്ന് തിരിച്ചറിയണം. സോ മോദി അടക്കമുള്ള ഇന്ത്യയിലെ പല പ്രമുഖരുമായി ബന്ധപ്പെട്ട് ഒരുപാട് രീതിയിലുള്ള ആരോപണങ്ങളും പ്രചരണങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായ രേഖകളിൽ ഒന്നും തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രമുഖ വ്യക്തികളുടെയും പേരുകൾ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് സത്യം. സോ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം.